ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ പരമാവധി വേഗത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് പാസ് ചെയ്തിട്ടുമുണ്ട്. സാർ, നമ്മുടെ സ്റ്റേഷനിൽ ഈ മാസം ഇത് 3ാമത്തെ കേസാ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്തോ. സാർ സാർ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. താൻ സ്കൂളിലോട്ടുണ്ട്. വരൂ. ഇന്ന് പഠിപ്പിച്ചതൊക്കെ വായിച്ച് പഠിക്ക്. 10 മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്താ ടീച്ചറെ പോലീസൊക്കെ? അറിയില്ല, എനിക്ക് പേടിയാവുന്നു. വരൂ. ഇതാണ് കുട്ടിയുടെ ക്ലാസ് ടീച്ചർ. കുട്ടിയെ അവസാനമായി കണ്ടത് ആരാണ്? ഞാനാണ് സർ. പതിവിൽ നിന്ന് വ്യത്യസ്തമായി അന്ന് കുട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറ്റി? ഇല്ല സർ, അന്ന് പ്രത്യേകിച്ചൊന്നും നടന്നില്ല. അന്നത്തെ ദിവസം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്തു പറയൂ. ആതിര, ബിജു, എന്തു പറ്റി? മാർക്ക് കുറവാണല്ലോ. ഇങ്ങനെ പോയാ പറ്റത്തില്ല ബിജുവേ. അടുത്തതിന് നല്ല മാർക്ക് വാങ്ങിയേ പറ്റൂ കേട്ടോ. മീനു, ഈ പ്രാവശ്യം ഫുൾ മാർക്ക് വാങ്ങിയ നമ്മുടെ മീനുകുട്ടിക്ക് ഒരു നല്ല കൈയടി കൊടുക്കാം. മിടുക്കി. കുട്ടി സാധാരണ സ്കൂൾ വിട്ടാൽ എങ്ങനെയാ പോകുന്നത്? ഒരു സീനിയർ കുട്ടി ജോയിയുടെ കൂടെയാണ് സാധാരണ പോവാറ്. മീനുവിന്റെ വീടിനടുത്താവൻ. പക്ഷെ എന്താണെന്ന് അറിയില്ല, അന്ന് അവൻ വന്നില്ല. സർ, അന്ന് അവൾ ഇവിടെ നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു. പക്ഷേ അവന്റെ കാര്യം അന്ന് ലീവാണെന്ന് അറിയില്ലായിരുന്നു. അതിനെന്താ?
അല്ല സർ, ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു. പക്ഷേ എന്തന്വേഷിച്ചു? കുട്ടി അവിടെ നിൽക്കുന്ന കണ്ടിട്ടും നിങ്ങൾക്കൊന്നും തോന്നിയില്ല അല്ലേ? ഐ മീൻ, തനിച്ചാണോ എന്നെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ? അതോ ഗേറ്റിന് വെളിയിൽ എന്ത് സംഭവിച്ചാലും ഉത്തരവാദിത്തമില്ലെന്നാണോ? കഷ്ടം, നിങ്ങളാ കുട്ടിയുടെ ടീച്ചർ തന്നെയല്ലേ? അവിടെ ഒരു ചെരുപ്പൂത്തിയും ഇതൊരു സൂപ്പർ മാർക്കറ്റും. ഇവിടെ അടുത്തല്ലേ? വാ. ഡേയ്, ഇങ്ങി വാ. എന്താ സാറേ? ഈ കുട്ടിയെ അറിയൂ? ഇതാ ഇയാളാ. ഏതാളാ? എനിക്ക് ഉറപ്പാ സാറേ. തെളിച്ചു പറ. ഇയാളാ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കാണും. സാറേ ഇതാണോ താൻ തന്നെ പണി നോക്കണോ? പറ. എന്നിട്ട് എന്ത് സംഭവിച്ചു? സാറേ അങ്ങോട്ട് നിർത്തണോ? നിന്റെ വായിൽ പഴമായിരുന്നു. അവനാ കൊച്ചിന്റെ അടുത്ത് വൃത്തികേടുകൾ കാണിച്ചപ്പോൾ നീ മിണ്ടാതിരുന്നു അല്ലടാ? അയ്യോ സാറേ, അന്നേരം അങ്ങനെയൊന്നും. എടാ, നിന്റെ മോളെ അവൻ കയറി പിടിച്ചിരുന്നെങ്കിൽ നീ നോക്കി നിൽക്കുമായിരുന്നു. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അന്ന് നീ വേണ്ട രീതിയിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കില്ലായിരുന്നു. എവിടെ? അങ്ങോട്ട്. ഹലോ സാർ. എന്താ ഹമീദേ? പറ. ആ മിസ്സിംഗ് കേസിലെ മീനുവിനെ കുറിച്ച് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ ഒരാൾ വന്നിരിക്കുന്നു. അയാൾക്ക് സാറിനോട് എന്തോ നേരിട്ട് പറയാനുണ്ടെന്ന്. അയാളോട് അവിടെ ഇരിക്കാൻ പറ. ഓക്കെ സാർ. അല്ലെങ്കിൽ വേണ്ട, സ്കൂളിനടുത്തുള്ള മാർജിൻ ഫ്രീ ഷോപ്പിലേക്ക് വരാൻ പറ. വൈകിട്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ട്. വേഗം വേണം. ശരി. ശരി സാർ. സാർ, ഇയാളാണ് കുട്ടിയെ അന്ന് കണ്ടത്. ഇവിടെ എന്ത് ജോലിയാണ്? സെയിൽസിലാണ് സർ. കൂടുതൽ ടൈം ബില്ലിങ്ങില്ല. കുട്ടിയെ അവസാനമായി കണ്ടത് ഓർമ്മയുണ്ടല്ലോ? സർ, എവിടെ വെച്ച്? ഇവിടെ വെച്ച്. ഇവിടെ വെച്ചോ? അവിടെ വെച്ച്. അവിടെ വെച്ചോ? അവിടെയും ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് സർ. നീ എന്താ കളിയാക്ക? അയ്യോ, ഒരെണ്ണം വെച്ചെന്നാണ്ടല്ലോ. അയ്യോ അയ്യോ സർ, സർ ഞാനൊന്ന് പറയട്ടെ സർ. അകത്തോട്ടൊന്ന് വരും.
ഹായ് മോളു. ആ. മതിയോ? വീട്ടിലേക്കാണോ? ജോയ് വന്നില്ലേ? നോക്കി പോണം കേട്ടോ. ടാറ്റാ. സൂം ചെയ്യ്. അടുത്തത് ആ ക്ലോസിൽ. ആ ബാക്ക് ബാക്ക് ബാക്ക്. കുറച്ചുകൂടെ റിവേഴ്സിൽ. ആ സ്റ്റോപ്പ്. KL 01 AT 3299. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യ് ഫാസ്റ്റ്. ഇങ്ങോട്ട് പറ. ഓഹോ, കുട്ടി അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അറിയാമല്ലേ? സാർ, അത് പിന്നെ എൻ്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ് ആ കുട്ടി. എന്നിട്ടാണോ കുട്ടിയെ തനിയെ വിട്ടത്? എന്താടോ? സാർ, അത് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നതല്ലേ, അപ്പോൾ പിന്നെ. സ്വന്തം ബന്ധുവിന്റെ കുട്ടി നഷ്ടപ്പെട്ടാലും നിങ്ങൾക്കൊന്നുമില്ല അല്ലേ? ഇവനെ ഒന്ന് നോക്കിക്കോണം. ആ ശരി സാർ. സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടതാ സാറിനെ വന്നുകൊണ്ട് കാണാൻ. പറയൂ, എന്താ കാര്യം? ഫേസ്ബുക്കിൽ ഇങ്ങനൊരു പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ വന്നത്. അന്ന് ഞാനും ഭാര്യയും കൂടെ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ ആ വണ്ടിയുടെ നമ്പർ 1884 അതോ എന്തിനാ? എന്തോ പന്തികേടുണ്ട്, പോലീസിൽ അറിയിക്കണം. ഇതേ മനുഷ്യ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കൊള്ളണം. കണ്ടതിനെല്ലാം തലയിട്ട് അതിന്റെ സ്വഭാവം അറിയാലോ. വാ ഇങ്ങോട്ട്. സാർ, എനിക്കറിയാവുന്നൊരു വിവരം. അതേടാ, തനിക്കറിയാവുന്ന കാര്യത്തിന് മുകളിൽ അടയിരുന്നോ? ഇന്നേക്ക് 5 ദിവസമായി കുട്ടിയെ കാണാതായിട്ട്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഭാഗ്യം. നിർത്തടോ, ഇറങ്ങിപ്പോടാ. എടോ, ഈ മനുഷ്യരെല്ലാം എന്താ ഇങ്ങനെ? നമ്മളിൽ ഭൂരിഭാഗം മനുഷ്യരും ഇങ്ങനെയാണ്. അവസരത്തിനൊത്ത് പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ വൈകി പ്രതികരിക്കുന്നു, അതുമല്ലെങ്കിൽ പ്രതികരണശേഷി ഇല്ലാത്തവർ. കാരണം അവൾ മീനു നമ്മളുടെ മകളല്ല. അവർക്കൊപ്പം ചൂടുവെക്കാൻ ആരുമില്ല. ഏതോ ഒരു ഭിക്ഷാടന മാഫിയുടെയോ അല്ലെങ്കിൽ അവയവം വിൽക്കുന്ന ദുഷ്ടന്മാരുടെ കൈകളിലോ, അതുമല്ലെങ്കിൽ കാമഭ്രാന്തന്മാരുടെ കരങ്ങളിൽ കിടന്ന് പിടയുകയാണോ എന്നും മറ്റും ഓർത്ത് കഴിയുന്ന ആ അമ്മയുടെ കണ്ണുനീരിന് മുന്നിൽ നമ്മൾ വിലപിക്കാൻ തയ്യാറായിരിക്കും. ഇപ്പോൾ കിട്ടിയ വാർത്ത. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നിന്നും കാണാതായ വിദ്യാർത്ഥിനി മീനുവിന്റെതും സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തി. കുട്ടിയുടെ വീട്ടിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള കലിങ്കിനടിയിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പണ്ട് പറയുകയുണ്ടായി, തിന്മയെ കൊണ്ട് ലോകം നശിപ്പിക്കപ്പെടുകയില്ല, മറിച്ച് ഒന്നും ചെയ്യാതെ അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവരെ കൊണ്ട് ഈ ലോകം നശിക്കും. അതെ, നമ്മൾ മാറണം. ഇല്ലെങ്കിൽ വരുന്നു. മോളെ, എന്റെ ഒന്നും പറ്റില്ലല്ലോ. കുട്ടികൾ നമ്മുടെ ഭാവി നിർമ്മിക്കുന്ന ഉറച്ച പാറകളാണ്.
ഒരു രാജ്യമെന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത്. അവർ നമ്മുടെ രാജ്യത്തിന്റെ നേതാക്കന്മാരായിരിക്കും, നമ്മുടെ ദേശീയ സമ്പത്തിന്റെ സൃഷ്ടാക്കളും നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നവരായിരിക്കും എന്ന് നെൽസൺ മണ്ടേല. നാളെയുടെ വാഗ്ദാനങ്ങളെ നമുക്ക് കരുതലോടെ കാക്കാം.